പൈത്തൺ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ലളിതമായ ഒരു കാൽക്കുലേറ്ററാണ് നാം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് സംഖ്യകൾ ഇവിടെ എൻ്റർ ചെയ്ത് സം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തുകയും ഡിഫറൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യത്യാസവും കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായി പൈത്തൺ ഷെൽ തുറന്നതിന് ശേഷം നിർദ്ദേശങ്ങൾ ന്യൂ വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ആദ്യമായി tkinter എന്നുള്ള മൊഡ്യൂൾ നാം ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് ഫ്രം tkinter ഇമ്പോർട്ട് സ്റ്റാർ എന്നുള്ള നിർദ്ദേശമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ പൈത്തൺ 2.6 വെർഷനിൽ ടി വലിയ അക്ഷരവും തുടർന്നുള്ള എല്ലാ വെർഷനിലും ടി ചെറിയ അക്ഷരവുമാണ് ഉപയോഗിക്കുന്നത്. തുടർന്ന് നമുക്ക് ഫ്രെയിമിന് ഒരു പേര് നൽകണം. MGUI എന്നുള്ള പേര് ഞാൻ നൽകുന്നു. ഈക്വൽ ടു TK എന്നാണ് ഫ്രെയിമിന് പേര് നൽകിയിരിക്കുന്നത്. ഇവിടെ ടി എല്ലാ വെർഷനിലും വലിയ അക്ഷരമാണ്. ഈ പേര് നമുക്ക് സൗകര്യമുള്ള പേര് നൽകാം. മൈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. അതിനൊരു ജോമെട്രി നമുക്ക് നൽകേണ്ടതുണ്ട്. MGUI ഡോട്ട് ജിയോമെട്രി ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ വലുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ കൊട്ടേഷനിൽ 200 വിഡ്ത്ത് ഇൻറ്റു എക്സ് 200 ഹൈറ്റ് പ്ലസ് എക്സ് ആക്സിസും വൈ ആക്സിസും വേണമെങ്കിൽ അതും കൂടി ചേർക്കാം. 10 യൂണിറ്റ് എക്സ് ആക്സിസ് 10 യൂണിറ്റ് വൈ ആക്സിസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. കൊട്ടേഷൻ ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ അമർത്തുക. തുടർന്ന് ഇതിന് ടൈറ്റിൽ നൽകണമെങ്കിൽ MGUI ഡോട്ട് ടൈറ്റിൽ ബ്രാക്കറ്റിനകത്ത് സിംഗിൾ കൊട്ടേഷനിൽ ടൈറ്റിലിന് പേര് നൽകേണ്ടതുണ്ട്. കാൽക്കുലേറ്റർ എന്നുള്ള പേര് നമുക്ക് നൽകാം. കൊട്ടേഷൻ സിംഗിൾ കൊട്ടേഷൻ ബ്രാക്കറ്റ് എൻ്റർ കീ അമർത്തി. ഇനി ഇതിനെ നമുക്ക് സൗകര്യപ്രദമായ ഒരു പേര് നൽകി സേവ് ചെയ്യാം. സേവ് മൈ കാൽക്ക് .py എന്നുള്ള പേരിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ റൺ ചെയ്താൽ നമുക്ക് ഫ്രെയിം കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഫ്രെയിം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഇനി ഇതിന് ലേബലുകൾ നൽകേണ്ടതുണ്ട്. ലേബലുകൾ നമ്പർ 1 നമ്പർ 2 എന്നീ 2 ലേബലുകളാണുള്ളത്. 2 ബട്ടണുണ്ട്. 4 എൻട്രി ബോക്സുകളുണ്ട്. ലേബൽ 1ൻ്റെ സ്ഥാനം ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളവുമാണ്. എൻട്രി ബോക്സിൽ ഇതിൻ്റെ സ്ഥാനം ഒന്നാമത്തെ റോയും രണ്ടാമത്തെ കോളവുമാണ്. സമ്മിൻ്റെ സ്ഥാനം ഒന്നാമത്തെ റോ മൂന്നാമത്തെ റോ ഒന്നാം കോളം. ഇവിടെ ഏറ്റവും അവസാനത്തെ എൻട്രി ബോക്സിൻ്റെ സ്ഥാനം 4ാം റോ 2ാം കോളമാണ്. ഈ രീതിയിൽ റോ കോളം എന്നിവയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ലേബലുകൾ നാം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലേബൽ 1 ഈക്വൽ ടു ക്യാപിറ്റൽ LABEL ബ്രാക്കറ്റിനകത്ത് MGUI ഫ്രെയിമിൻ്റെ പേര് എല്ലായ്പ്പോഴും നൽകേണ്ടതുണ്ട്. ലേബൽ 1 ഈക്വൽ ടു ലേബൽ MGUI. ടെക്സ്റ്റ് TXT ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനിൽ ടെക്സ്റ്റിൻ്റെ പേര് നമുക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ നമ്പർ 1 എന്നാണ് അവിടെ ടെക്സ്റ്റ് ഉള്ളത്. കോമ. ഇനി അതിന് കളർ നൽകണമെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷൻ ബ്ലൂ കോമ. ബാക്ക്ഗ്രൗണ്ട് കളറിന് BG ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷൻ വൈറ്റ് ബ്ലൂ. ഇത്രയും നൽകിയ ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒരു ഗ്രിഡിലാണ് ഉള്ളതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൂടി ഗ്രിഡിലാണ് ഉള്ളത്. അതുകൊണ്ട് ഗ്രിഡ് എന്നുള്ള നിർദ്ദേശവും കൂടി നൽകേണ്ടതുണ്ട്. ഗ്രിഡ് ബ്രാക്കറ്റിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ റോ ഈക്വൽ ടു 1 കോമ കോളം ഈക്വൽ ടു 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇതുപോലെ 2 ലേബലുകളാണ് ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തെ ലേബൽ 2 ഈക്വൽ ടു നമ്പർ 2 എന്നുള്ള ലേബലാണുള്ളത്. അതിന് ഫോർഗ്രൗണ്ട് കളർ ബ്ലൂ തന്നെ, ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണുള്ളത്. ഗ്രിഡ് റോ 2 ആണ്, കോളം 1 തന്നെയാണ്. അപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലേബലുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബട്ടൺ 2 തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എൻട്രി ബോക്സുകൾ 4 തയ്യാറാക്കുന്നുണ്ട്. ഇനി എൻട്രി ബോക്സ് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ബട്ടൺ തയ്യാറാക്കാം. ഇപ്പോൾ എൻട്രി 1 equal to
ഇ ക്യാപിറ്റൽ ENTRY ബ്രാക്കറ്റിനകത്ത് MGUI കോമ എൻട്രി 1-ൽ ടെക്സ്റ്റ് വേരിയബിളാണ് ഇവിടെ നൽകേണ്ടത്. ഏത് ടെക്സ്റ്റ് വേരിയബിളാണോ നാം നൽകുന്നത് അതിൻ്റെ ടെക്സ്റ്റ് വേരിയബിളാണ് ഇവിടെ നൽകേണ്ടത്. ടെക്സ്റ്റ് വേരിയബിൾ ഈക്വൽ ടു ഇവിടെ തുക കാണുന്നത് കൊണ്ട് ടെക്സ്റ്റ് വേരിയബിൾ നമുക്ക് നമ്പർ 1 എന്നെടുക്കാം. നമ്പർ 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ ഗ്രിഡ് നൽകേണ്ടതുകൊണ്ട് ഗ്രിഡ് ബ്രാക്കറ്റിനകത്ത് റോ ഈക്വൽ ടു 1 കോമ കോളം ഈക്വൽ ടു 2. അപ്പോൾ ഒരു എൻട്രി ബോക്സ് തയ്യാറായിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് 4 എൻട്രി ബോക്സുകൾ വേണം. കൺട്രോൾ കോപ്പി പേസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എൻട്രി 2 സമം ടെക്സ്റ്റ് വേരിയബിൾ നമ്പർ 2 ഗ്രിഡ് റോ 2 കോളം 2. എൻട്രി 3 ഈക്വൽ ടു ടെക്സ്റ്റ് വേരിയബിൾ ടോട്ടലിനെ സൂചിപ്പിക്കുന്നതിന് ടോട്ടൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എൻട്രി 3 ടോട്ട് എന്ന് മതി ചുരുക്കപ്പേര്. അത് കോളം റോ 3 കോളം 2 തന്നെ. ഇവിടെ എൻട്രി 4 ഈക്വൽ ടു ടെക്സ്റ്റ് വേരിയബിൾ ഡിഫ് എന്ന് നൽകാം. ഗ്രിഡ് റോ 4 കോളം 2. ഇപ്പോൾ നാം 4 എൻട്രി ബോക്സുകൾ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇതിനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഡെഫിനിഷനുകൾ കൂടി നാം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ 1 എന്നുള്ളത് ഇവിടെ ഒരു സ്ട്രിംഗ് വേരിയബിളായിട്ട് നമുക്ക് നൽകേണ്ടതുണ്ട്. അതിനെ ന്യൂ m1 ഈക്വൽ ടു സ്ട്രിംഗ് വേരിയബിൾ ബ്രാക്കറ്റിനകത്ത് 2 ബ്രാക്കറ്റ്. അതുപോലെ num2 ഈക്വൽ ടു സ്ട്രിംഗ് വേരിയബിൾ. ഇതെല്ലാം ചരമായിട്ടാണ് നൽകുന്നത്. പിന്നീട് അതിനെ സംഖ്യകളാക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. അതുപോലെ ടോട്ട് ഈക്വൽ ടു സ്ട്രിംഗ് വേരിയബിൾ. എസും ആറും ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ. പിന്നെ ഡിഫ് ഡിഫ് ഈക്വൽ ടു സ്ട്രിംഗ് വേരിയബിൾ. ഇത് 4 നാം നിർവചിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ 2 ലേബലുകളായി 4 എൻട്രി ബോക്സുകളായി ഇനി 2 ബട്ടണും കൂടി നാം നിർവചിക്കേണ്ടതുണ്ട്. ബട്ടൺ 1 ഈക്വൽ ടു ബി ക്യാപിറ്റൽ BUTTON ബ്രാക്കറ്റിനകത്ത് MGUI കോമ ബട്ടണ് ടെക്സ്റ്റ് ഉണ്ട് TXT ഈക്വൽ ടു ഒന്ന് സമ്മും ഒന്ന് ഡിഫറൻസുമാണ് SUM ഡബിൾ കൊട്ടേഷൻ കോമ FG ഈക്വൽ ടു ഇവിടെ റെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. FG ഈക്വൽ ടു റെഡ് കോമ BG ഈക്വൽ ടു വൈറ്റ് BG വൈറ്റ് ഇനി ബട്ടൺ എല്ലായ്പ്പോഴും കമാൻഡ് നൽകേണ്ടതുണ്ട്. അതിന് കമാൻഡ് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കമാൻഡ് ഈക്വൽ ടു ടോട്ടൽ എന്നുള്ള കമാൻഡ് കൊടുക്കാം. അതിന്
അതിന് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഡോട്ട് ഗ്രിഡ്, അതിൻ്റെ ഗ്രിഡ് കൂടി നൽകേണ്ടതുണ്ട്. ഗ്രിഡ് ബ്രാക്കറ്റിനകത്ത് ഇവിടെ ബട്ടൻ്റെ റോ 3-ാം റോ 1-ാം കോളമാണ്, അതുപോലെ 4-ാം റോ 1-ാം കോളമാണ്. റോ ഈക്വൽ ടു 3, കോളം ഈക്വൽ ടു 2. ഇനി രണ്ടാമത്തെ ബട്ടൺ ഇതുപോലെ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ബട്ടൺ 2 ഈക്വൽ ടു MGA ടെക്സ്റ്റ് സമ്മിന് പകരം ഇവിടെയുള്ളത് ഡിഫ് എന്നുള്ളതാണ്. DIF കമാൻഡ് ടോട്ടലിന് പകരം നമുക്ക് DIFF ഡിഫർ എന്നെടുക്കാം. കോളം റോ 4, കോളം ബട്ടൺ 1 കോളം 1 കോളം 1, ബട്ടൺ 2 കോളം 1. അപ്പോൾ ടെക്സ്റ്റ് വേരിയബിളിനെ നാം ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി ടോട്ടൽ എന്നുള്ള കമാൻഡിനെ നാം ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഡിഫർ എന്നുള്ള കമാൻഡിനെ നാം ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അത് TK എൻ്റർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് താഴെയാണ് സാധാരണ ചെയ്യാറ്. ഡിഫൈൻ ടോട്ടൽ 2 ബ്രാക്കറ്റ് ഇട്ട് കോളൻ ചേർത്ത് എൻ്റർ കീ അമർത്തുന്നു. ഇവിടെ നമ്പർ 1 എന്നുള്ളത് A എന്ന ചരത്തിൽ നമുക്ക് കൊടുക്കാം. A സമം നമ്പർ 1 ഈസ് ഈക്വൽ ടു A സമം ഇൻറ്റിജർ ആയിട്ട് നൽകേണ്ടതുകൊണ്ട് ഇൻറ്റിജർ ബ്രാക്കറ്റിനകത്ത് നമ്പർ 1 ഡോട്ട് ഗെറ്റ്. ഇത്രയും നൽകണം. ഇതിനർത്ഥം നമ്പർ 1 എന്നുള്ള റോയിൽ ഈ എൻട്രി ബോക്സിൽ എൻ്റർ ചെയ്യുന്ന വില ഇൻറ്റിജറായിട്ട് A എന്ന ചരത്തിലേക്ക് പോകുന്നു. ആ വിലയെല്ലാം A എന്ന ചരം സ്വീകരിക്കുന്നു. നമ്പർ 1 എന്ന എൻട്രി ബോക്സിൽ ചേർക്കുന്ന വിലകൾ സ്ട്രിംഗ് വേരിയബിളായിട്ടാണ് നേരത്തെ കൊടുത്തത്. അത് ഇൻറ്റിജറാക്കി മാറ്റി A എന്ന ചരത്തിൽ ശേഖരിച്ച് വെക്കുന്നു. അതുപോലെ B സമം ഇൻറ്റിജർ ബ്രാക്കറ്റിനകത്ത് നമ്പർ 1 ആണ് നേരത്തെ ഉപയോഗിച്ച നമ്പർ 2 ഡോട്ട് ഗെറ്റ് ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് രണ്ടും നാം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സമ്മിനെ ഇവിടെ രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന തുകയെ C ഈക്വൽ ടു A+B എന്ന് നമുക്ക് സൂചിപ്പിക്കാം. തുകയെ C ഈക്വൽ ടു A+B എന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം ഈ കിട്ടിയ വിലയെ നാം നേരത്തെ പറഞ്ഞതുപോലെ ടോട്ട് എന്നുള്ള ഈ കോളത്തിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ടോട്ട് സെറ്റ് ബ്രാക്കറ്റിൽ C ടോട്ട് എന്നുള്ള ഇതിനകത്ത് ഗെറ്റിന് പകരം ഇവിടെ അതിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് C എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. റിട്ടേൺ. ഇപ്പോൾ A എന്ന വിലയും B എന്ന വിലയും സ്വീകരിച്ച് C എന്ന ചരത്തിന് Aയും Bയും കൂടി കൂട്ടി കിട്ടുന്നതിന് C എന്നതിലേക്ക് സെറ്റ് ചെയ്ത് ടോട്ട് എന്നുള്ള ആ കോളത്തിലേക്ക് സെറ്റ് ചെയ്ത് തുക കാണുന്നതായിരിക്കും. ഇതുപോലെ ഇനി രണ്ടാമത്തെ ഡെഫിനിഷനും കൂടി നാം കൊടുക്കേണ്ടതുണ്ട്. ടോട്ടലിനെ നാം ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ഡിഫറിനെ നാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫർ അതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് രണ്ടും വീണ്ടും അതുപോലെ എഴുതേണ്ടതുണ്ട്. തുടർന്ന് D ഈക്വൽ ടു A-B താഴെ ഇവിടെ ഡിഫ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഫ്
ഡോട്ട് സെറ്റ് ബ്രാക്കറ്റിനകത്ത് ഡി എന്ന വിലയെ ഡിഫറൻസ് എന്നുള്ള ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. റിട്ടേൺ ഡി എഴുതിയാലും മതി. റിട്ടേൺ. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ സേവ് ചെയ്ത് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ തയ്യാറായിരിക്കുകയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ MGUI ബട്ടണിൽ MGUI എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ട്. MGU ചെറിയ അക്ഷരമാണ് വേണ്ടത്. സോറി, M ക്യാപിറ്റലുള്ള ചെറിയ അക്ഷരമാണ്. ഫയൽ സേവ് റൺ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, കാൽക്കുലേറ്റർ ലഭിച്ചിരിക്കുകയാണ്. ഇനി സമ്മും ഡിഫറൻസ് നമുക്ക് കണ്ടു നോക്കാം. 50 എന്നുള്ള വില നമ്പർ 1ൽ ചേർക്കുന്നു, 20 എന്നുള്ള വില നമ്പർ 2ൽ ചേർക്കുന്നു. സമ്മ് ഈക്വൽ ടു 70 കിട്ടി, ഡിഫറൻസ് ഈക്വൽ ടു 30 കിട്ടി. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ പൂർത്തിയായിരിക്കുകയാണ്. ഒരു നമ്പർ കൂടി നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. നമ്പർ 1 2250, നമ്പർ 2 1245, സം ഡിഫറൻസ് 1005 എന്ന് കിട്ടുന്നു. മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയുമാണെങ്കിൽ ഡിഫറൻസ് നെഗറ്റീവ് സംഖ്യ കിട്ടുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ വിധത്തിൽ നമുക്ക് ചെറിയൊരു കാൽക്കുലേറ്റർ TK Inter എന്നുള്ള മൊഡ്യൂൾ ഉപയോഗിച്ച് പൈത്തണിൽ തയ്യാറാക്കാൻ വേണ്ടി കഴിയും.